എന്താടി തമ്പുരു? ഏട്ടൻ എവിടെ? അവൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയി എന്നോട് ചോദിച്ചിട്ട്. അച്ഛൻ എന്നെയും വിടണ്ടേ? എന്നെ എന്തിനാ വിളിക്കാഞ്ഞേ? പെണ്ണെ, നീ അന്നേരം ഫോണിൽ കളിക്കല്ലായിരുന്നോ? അതെന്ത് തെറ്റാണോ? തമ്പുരു, നീ വാങ്ങേ എന്നാ കുത്തിട്ട് മോങ്ങിക്കോട്, ഞാൻ പോവുക. വേണ്ട വേണ്ട നിൽക്കുമ്പോ തലയൊക്കെ എറിഞ്ഞിറങ്ങുക. ഇവലൊക്കെ പോറ്റുന്ന തന്നെ വേണം ആദ്യം പറയാൻ. ചുപ്പിന് വില സേടി അടങ്ങിയിരിക്കൂല. എന്താണ് നീ കരയുന്നത്? ഓ, അപ്പം അച്ഛൻ നിന്നെ കളിക്കാൻ വിടാത്തോണ്ടോ? അതിനൊക്കെ ഒരു കഥയുണ്ട് മോളെ. കഥയായിരിക്കത്. പാവന്റെ തമ്പുരുമോള്, അവക്ക് സത്യം ഒന്നും അറിഞ്ഞൂടാലോ. ഞാനാ സത്യം തുറന്നു പറഞ്ഞേക്കാം. നിന്നെ അച്ഛനൊരു ദിവസം കുളത്തിൽ കുളിക്കാൻ പോവായിരുന്നു. അന്നേരണ്ട് ഒരു ബക്കറ്റിൽ കുറെ മുട്ടായി ഒരു പേപ്പറും. ആ പേപ്പറിൽ എടുത്തു നോക്കിയാൽ എന്താ അതിലുള്ളത് അറിയോ? ഇത് എൻ്റെ മകളാണ്. ഈ മകൾ ആർക്കെങ്കിലും കിട്ടിയാലല്ലേ അവർ സുരക്ഷിതമായി എൻ്റെ മകളെ നോക്കണമെന്ന്. നീ എന്തായാലും ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്ക് നല്ലായി ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് തോട്ടുന്ന് കിട്ടിയതാ, അല്ല പിന്നെ. അവന് തവിട് കൊടുത്ത് കിട്ടിയതും അല്ല പിന്നെ. തമ്പുരു, നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചതാ. മോനെ കൃഷ്ണ, തമ്പുരു നിർത്തിക്കോ, നീ വേഗം എന്റെ അടുത്തുനിന്ന്. മക്കളെ കൃഷ്ണ, നിന്നെ നിന്റെ അമ്മ നൊന്ത് പ്രസവിച്ചതാട്ടോ. നിങ്ങൾ രണ്ടാള് എന്റെ പൊന്നോമനകളാ. മക്കള് പോയി അടങ്ങിയിരിക്കട്ടോ. ദൈവമേ, ഇവരൊരിക്കലും അറിയില്ലേ ഇവര് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളാണെന്ന്. എന്തായാലും അവളെന്നെ ഇട്ടിട്ട് പോയത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ കാര്യം. അതോർത്തിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മക്കളെ നന്നായി നോക്കും, വളർത്തി വലുതാക്കും. എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് 2 മക്കൾ മതി. എന്നാലും അവളെന്തിനായിരിക്കും എന്നെ ഇട്ടിട്ട് പോയത്?